ഒന്നും രണ്ടുമല്ല, 1,00,000-ലധികം. പറഞ്ഞു വരുന്നത് യോഗി ആദിത്യനാഥ് എന്ന BJP മുഖ്യമന്ത്രി UP എന്ന ഒറ്റ സംസ്ഥാനത്ത് പൊളിച്ച വീടുകളുടെ കണക്കാണ്. അധികാരത്തിലെത്തിയ യോഗി 2019 മുതൽ തന്നെ ബുൾഡോസർ ഉപയോഗിച്ചുള്ള കൂട്ടക്കുടിയൊഴിപ്പിക്കൽ ആരംഭിച്ചു. ആദ്യം കുറ്റകൃത്യങ്ങളിൽ പ്രതിയാക്കപ്പെട്ടവരുടെ വീടുകളായിരുന്നു പൊളിച്ചതെങ്കിൽ പിന്നീട് ആ ബുൾഡോസർ മുസ്ലിങ്ങൾക്കും ദളിതർക്കുമെതിരെ മാത്രമല്ല, വിമത ശബ്ദമുയർത്തുന്ന മുഴുവൻ മനുഷ്യരുടെ വീടുകളും തേടിയെത്തി. ഒരു ലക്ഷത്തിലേറെ വീടുകളെന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 5 ലക്ഷം മനുഷ്യരെങ്കിലും തെരുവിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നു. UPയിൽ ആരംഭിച്ച ഈ ബുൾഡോസർ രാജ ഇന്ന് രാജ്യത്തെ മുഴുവൻ BJP ഭരണമുള്ള സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ചന്ദോള തടാകത്തിന് സമീപം 10,000-കണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർത്ത ചേരി BJP സർക്കാർ പൊളിച്ചു നിരത്തിയത്. അന്ന് 40-ലേറെ ബുൾഡോസറുകൾ വേണ്ടിവന്നു ഏക്കറുകളോളം പരന്നു കിടന്ന ചേരി ഇടിച്ചു നിരത്താൻ. ഇരകളിൽ ബഹുഭൂരിപക്ഷവും പാവപ്പെട്ട മുസ്ലിം കുടുംബങ്ങളായതുകൊണ്ടും ഗുജറാത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഒരിക്കലും ഉണരാത്ത നിദ്രയിലായതിനാലും പൊളിക്കൽ 2 ഘട്ടങ്ങളിലായി തടസ്സം കൂടാതെ പൂർത്തിയായി. ഗുജറാത്തിലും ഭീകരമാണ് അസമിലെ സ്ഥിതി. അവിടെ ഈ വർഷം ജൂലൈയിൽ ഗോൽപാര ജില്ലയിലെ ബുൾഡോസർ രാജിൽ ഒറ്റ ദിവസം പൊളിച്ചത് 1080 വീടുകളാണ്. പതിറ്റാണ്ടുകളായി ഭൂനികുതിയും വൈദ്യുതി ചാർജുമൊക്കെ സർക്കാരിന് നൽകി താമസിച്ചു വന്ന മനുഷ്യരാണ് ഇവിടെയും തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. ഇവിടെയും മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ മൗനം തന്നെയാണ് BJP സർക്കാരിന് ഈ ബുൾഡോസർ രാജെന്ന കാട്ടാള നീതി തുടരാനുള്ള ധൈര്യം നൽകുന്നത്. 2024 നവംബർ 13 സുപ്രീം കോടതി അതിന്റെ ചരിത്രപരമായ വിധിയിലൂടെ തടഞ്ഞ അതേ ബുൾഡോസർ രാജാണ് ഗുജറാത്തിലും UPയിലും മധ്യപ്രദേശിലും അസമിലുമൊക്കെ അതിനുശേഷവും തുടരുന്നത്. UPയിലും ഗുജറാത്തിലുമൊക്കെ BJP സർക്കാരുകൾ വീടുകൾ കൂട്ടത്തോടെ പൊളിക്കുമ്പോൾ കേരളത്തിലെ ഇടതു സർക്കാർ ഇതിനൊരു ബദൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. യോഗി ആദിത്യനാഥ് എന്ന BJP മുഖ്യമന്ത്രി 8 വർഷത്തെ ഭരണം കൊണ്ട് പൊളിച്ചത് 1,00,000-ലേറെ വീടുകളാണെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ 9 വർഷം കൊണ്ട് പൂർത്തിയാക്കിയത് 4,32,000 വീടുകളാണ്. അതായത് യോഗി പൊളിച്ചതിന്റെ 4 ഇരട്ടിയിലധികം വീടുകൾ LDF സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിർധനരായ ജനങ്ങൾക്ക് നിർമ്മിച്ചു നൽകി. ഇതിനു പുറമെ 1,11,000-ലധികം വീടുകളുടെ പണി പുരോഗമിക്കുകയാണ്. അതായത് LDF സർക്കാർ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ വീടുകളുടെ എണ്ണം 5 ലക്ഷം കടക്കുമെന്നുറപ്പ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ബുൾഡോസർ രാജിനോട് മൗനം പാലിക്കുന്ന കോൺഗ്രസ് ആണോ, അതോ വീടുകൾ പൊളിക്കുന്ന BJPക്ക് വീടുകൾ നിർമ്മിച്ച് മറുപടി നൽകുന്ന ഇടതുപക്ഷമാണോ യഥാർത്ഥ ബദൽ?